ഓക്കെ, ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറയുന്നത് പൂജ വാണ്ട്സ് ടു സെൽ എ വാച്ച് അറ്റ് 20%. ഒരു വാച്ച് 20% പ്രോഫിറ്റിന് വിൽക്കാൻ ആഗ്രഹിക്കുന്നു. ഷീ ബോട്ട് അറ്റ് 10% ലെസ്. നേരത്തെ വാങ്ങിച്ചതിനേക്കാളും 10% വരെ കുറച്ച് വാങ്ങിക്കുന്നു. സോൾഡ് അറ്റ് 30 ലെസ്, 30 രൂപ കുറച്ച് വിൽക്കുന്നു. എന്നിട്ടും 20% ഗെയിൻ. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പ്രത്യേകിച്ചൊന്നും തരാത്തതുകൊണ്ട് തന്നെ കോസ്റ്റ് പ്രൈസിനെ 100 എടുക്കണം. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ ഈസിയാണ്. അതുകൊണ്ടാണ് ആദ്യമേ 20% പ്രോഫിറ്റിനാണ് വിൽക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് 100 രൂപയ്ക്ക് 20 രൂപ കൂട്ടി 120 രൂപ കിട്ടണം എന്ന രീതിയിലാണ് ആഗ്രഹങ്ങൾ. ഓക്കെ, അതായിരിക്കും സെല്ലിംഗ് പ്രൈസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. ഇനി 10% വില കുറച്ച്, 10% വില കുറച്ച്, അതായത് 100 രൂപയുടെ 10%, 10 രൂപ കുറച്ച് 90 രൂപയ്ക്ക് ഈ ഒരു ഐറ്റം വാങ്ങിക്കുന്നു. 90 രൂപയ്ക്ക് ഒരു ഐറ്റം വാങ്ങിക്കുന്നു. 30 രൂപ കുറച്ച് വിൽക്കുമ്പോൾ നമുക്ക് 20% പ്രോഫിറ്റ് ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ 90ൻ്റെ 120% എടുക്കുക, അല്ലെങ്കിൽ 20% എന്ന് പറയുമ്പോൾ 1/5 ആണ്. അതായത് 5 രൂപയുടെ ഐറ്റം 6 രൂപയ്ക്ക് വിൽക്കണം. ഇൻറ്റു 6/5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 108 എന്ന് പറഞ്ഞ് കിട്ടും. ഇതായിരിക്കും സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഒരു ചേഞ്ച് ആയിട്ട് 12ൻ്റെ ചേഞ്ച് കാണും. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്വസ്റ്റ്യനകത്ത് 30 രൂപ കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 30 രൂപ കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിൽ നിന്ന് ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ 30/12 നമുക്ക് വേണ്ട കോസ്റ്റ് പ്രൈസ് ആണ്. മീൻസ് 100 യൂണിറ്റ്. അപ്പോൾ എത്ര വരും? ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 30/12 ഇൻറ്റു 100 ഇൻറ്റു 100. കട്ട് ചെയ്യാവുന്നെല്ലാം കട്ട് ചെയ്ത് കളയും. ഇവിടെ 4 വരും. 1000/4 എന്ന് പറഞ്ഞു വരും. അതായത് 250 ആയിരിക്കും ആൻസർ വരുന്നത്. 250 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്.